ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഉരുളൻകിഴങ്ങ് വാങ്ങിക്കുന്ന സമയത്ത് അത്യാവശ്യം മണ്ണ് പുരണ്ടിരിക്കുന്നവ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാത്തവ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. കാർഡ്ബോർഡിനകത്ത് മണ്ണോട് കൂടി തന്നെ ഉരുളൻകിഴങ്ങ് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കും. എല്ലാ പച്ചക്കറികൾക്കൊപ്പവും കിഴങ്ങ് സൂക്ഷിച്ചു വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റ് പച്ചക്കറികൾക്കൊപ്പം സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിഴങ്ങ് കേടാകും. ഉരുളൻകിഴങ്ങ് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ മാത്രം കഴുകിയെടുക്കുക. അല്ലാത്ത പക്ഷം പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകും. ഉരുളൻകിഴങ്ങ് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കുന്ന രീതി നല്ലതല്ല. തണുപ്പും ഇരുട്ടുമുള്ള ഭാഗങ്ങളിൽ ഇവ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ദോശമാവ് പൊളിച്ച് പൊങ്ങിപ്പോകാതിരിക്കാനുള്ള കുറച്ച് നല്ല ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് ദോശമാവ് ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതിരിക്കുന്നത് ശ്രദ്ധിക്കണം. ദോശമാവിൻ്റെ അമിതമായിട്ടുള്ള പുളി ഇല്ലാതാക്കാൻ വേണ്ടി സ്വല്പം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ പഞ്ചസാരയുടെ അളവ് കൂടാൻ പാടില്ല. ദോശമാവ് സൂക്ഷിച്ചു വെക്കുമ്പോൾ നല്ലവണ്ണം ചൂടുള്ള സ്ഥലത്ത് സൂക്ഷിക്കാൻ പാടില്ല. കാരണം ഉയർന്ന ഊഷ്മാവിൽ മാവ് പുളിക്കുന്നതിന് കാരണമാകും. ദോശമാവിന് വേണ്ടി അരച്ചെടുക്കുന്ന സമയത്ത് ഉഴുന്നും ഉലുവയും ചേർക്കാറുണ്ട്. എന്നാൽ ഇത് രണ്ടും അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് അധികമായാൽ ദോശമാവിനെ കൂടുതൽ പുളിപ്പിക്കും. ആവശ്യത്തിനുള്ള ദോശ ചുട്ടെടുത്തതിന് ശേഷം ബാക്കി വരുന്ന മാവ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അല്ലെങ്കിൽ വേഗം പുളിക്കാൻ സാധ്യതയുണ്ട്. കുറേയധികം മുരിങ്ങയിലൊക്കെ കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഒരു ഓട്ടപാത്രം എടുത്ത് ഇതിലേക്ക് ചില്ലകൾ ഇതുപോലെ ഈ ഓട്ടയുടെ ഉള്ളിലൂടെ ഇറക്കി കൊടുത്ത് ഒന്ന് വലിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് മുരിങ്ങയില നന്നാക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്രത്തോനെ മുരിങ്ങയില ഉണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ നന്നാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെ ചെയ്തു നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഗ്യാസ് സ്റ്റവിൻ്റെ ബർണറും സ്റ്റീൽ പ്ലേറ്റും ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുനാരങ്ങ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ബർണർ കൂടി ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഇതിലത്തെ അഴുക്കുകളൊക്കെ വളരെ പെട്ടെന്ന് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. എനിക്കിവിടെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ബർണറും സ്റ്റീൽ പ്ലേറ്റും നല്ല രീതിയിൽ തന്നെ ഇവിടെ എനിക്ക് വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. ബർണർ നല്ല രീതിയിൽ കറുത്തിരുണ്ടിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലെ അഴുക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നീങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് കത്തിച്ചുകൂടി കാണിക്കാം. ഫ്ലെയിമൊക്കെ നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ. മിക്സിയുടെ ജാറ് ക്ലീൻ ചെയ്തെടുക്കുന്നതിനും അതിനുള്ളിലെ അഴുക്കുകൾ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിനും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് സ്വല്പം പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ജാറിനുള്ളിലെ അഴുക്കുകളൊക്കെ പെട്ടെന്ന് നീങ്ങിക്കിട്ടും. ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ബ്ലേഡിന് നല്ല മൂർച്ചയും കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും എത്രത്തോളം അഴുക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ജാറ് കഴുകിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ജാറ് നല്ല തിളക്കത്തോടു കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിൻ്റെ അടിഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
മിക്സിയുടെ അടിഭാഗം ക്ലീൻ ചെയ്തെടുക്കുന്നത് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടാണ്. അതിനായിട്ട് ബ്രഷിൽ സ്വല്പം ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ജാറിൻ്റെ ഈ ഭാഗങ്ങളും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ജാറ് കഴുകിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാ ഭാഗങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ജാറ് കംപ്ലൈൻ്റ് ആകും. ആദ്യമായി വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ജാറിൻ്റെ അടിഭാഗം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ജാറ് കഴുകിയെടുക്കുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് വാഷറിൻ്റെ ഭാഗം. വാഷർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ക്ലീനാക്കി എടുക്കാം. ഈ വാഷറിൻ്റെ ഭാഗത്ത് ധാരാളം അഴുക്കുകളൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് നീക്കം ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ രീതിയിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ജാറൊക്കെ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.